എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല, സംശയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. വീഡിയോകൾ എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം? ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും നോക്കാം. നിങ്ങൾക്ക് ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴെയായി ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാട്സപ്പ്, കോപ്പി ലിങ്ക്, ബ്ലൂടൂത്ത് എന്നുള്ള പല ഓപ്ഷൻസും കാണാം. ഇതിലേത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വാട്സപ്പിലേക്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് എടുത്തിട്ട് ഞാനിതാ എൻ്റെ പേരിലേക്കാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വന്ന് നിൽക്കും. പിന്നെ നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കിട്ടുന്ന ആൾക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. അപ്പം നമുക്കാണ് ഒരാൾ ഇങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ നമ്മൾ നീല കളറിൽ കണ്ടോ https/youtube എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ, അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, മുകളിലല്ല. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സാധാരണ വീഡിയോ കാണുന്ന പോലെ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ കാണുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയുടെ ലിങ്കുകൾ കിട്ടുമ്പോൾ നിങ്ങൾ ലിങ്കിൽ പോയിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ മുകളിൽ പ്ലേ ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാമെന്നല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനോ ലൈക്ക് ചെയ്യാനോ ഒന്നിനും അവിടെ ഓപ്ഷൻ ഇല്ല. നിങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ ഇതേപോലെയാണ് കാണേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ നോക്കാം. നമ്മൾ ഇതേപോലെ ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ എവിടെ വേണമെങ്കിലും ഈ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വാട്സപ്പിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് കാണിക്കാം. വാട്സപ്പ് എടുക്കുന്നു, അയക്കുന്ന ആളുടെ പേരെടുക്കുന്നു, ഇവിടെ ടൈപ്പ് എ മെസ്സേജ് എന്നുള്ളവർക്ക് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? പേസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഇതേപോലെ ഇവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ സാധാരണ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് സഹിതം അവിടെ കിട്ടുന്നതായിരിക്കും. എന്താണ് ഐ ബട്ടൺ അഥവാ കാർഡ്സ്? നമുക്കിനി ഐ ബട്ടൺ അല്ലെങ്കിൽ കാർഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പ്രൊവൈഡ് ചെയ്ത യൂട്യൂബർ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റ് വീഡിയോകളുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഐ ബട്ടൺ അല്ലെങ്കിൽ കാർഡ്സ്. ഇനി ഐ ബട്ടൺ അല്ലെങ്കിൽ കാർഡ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനായി വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ തെളിഞ്ഞു വരും. ഇതിൽ നിങ്ങൾക്ക് ഐ എന്ന് എഴുതിയ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ ആ ഐ എന്ന് എഴുതിയ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബർ നമ്മൾക്ക് കാണാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് ആണ് താഴെ കാണുന്നത്. ഇതിൽ ഏത് വീഡിയോയിൽ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലാതാവുകയും പുതിയ വീഡിയോ പ്ലേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഏറ്റവും മുകളിൽ കിടക്കുന്ന വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, ആ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങി. മുൻപ് പ്ലേ ചെയ്തിരുന്ന വീഡിയോ ഓഫ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഐ ബട്ടൺ അല്ലെങ്കിൽ കാർഡ്സ്. സബ്ടൈറ്റിൽസ് എന്നാൽ എന്താണ്? ഇതെങ്ങനെ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാം? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ടൈറ്റിൽസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതെങ്ങനെ ഓൺ ഓഫ് ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും മലയാളം പൂർണ്ണമായി മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഇംഗ്ലീഷിൽ വിവരണം നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണാം. സാധാരണയായി വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇനി അഥവാ വരുന്നില്ലെങ്കിൽ നമുക്കത് ഓണാക്കാനും ഇനി വരുന്നത് ആർക്കെങ്കിലും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കാനും യൂട്യൂബ് തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രീനിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് തൊടുക. തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും.
ഇതിൽ നിങ്ങൾക്ക് മുകളിലായി 3 കുത്തു പോലെയുള്ള ഓപ്ഷൻസ് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ലിസ്റ്റിൽ നമുക്ക് ക്യാപ്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ നേരെ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള പേരിൽ ക്യാപ്ഷൻസ് ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേൺ ഓഫ് ക്യാപ്ഷൻസ് എന്നും ഇംഗ്ലീഷ് ഇന്ത്യ എന്നും കാണാം. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാം. അത് ഇപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നത്. നമുക്കിനി ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ടേൺ ഓഫ് ക്യാപ്ഷൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി പോകുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഓഫായിട്ടുണ്ടാവും. വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇനി സബ് ടൈറ്റിൽസ് ഒന്നും തെളിഞ്ഞു കാണില്ല. ഇനി ഓഫായി ഇരിക്കുന്ന സമയത്ത് ഇത് ഓൺ ആക്കണമെങ്കിൽ ഇതേപോലെ വീണ്ടും സ്ക്രീനിൽ ടച്ച് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ എടുത്ത് ക്യാപ്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വരുന്നതാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇതേപോലെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏതാ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ തിരഞ്ഞെടുക്കാം. യൂട്യൂബിൽ വീഡിയോകൾക്ക് എങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതാണ്. അതിനായി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കുറച്ച് താഴെയായി ഏകദേശം ഫോണിൻ്റെ സെൻറ്ററിലായി ആഡ് എ പബ്ലിക് കമൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണയായി ഇങ്ങനെ കണ്ടുകൊള്ളണമെന്നില്ല. ഇവിടെ നമുക്ക് കമൻറ്റ് രേഖപ്പെടുത്താനായി ആഡ് എ പബ്ലിക് കമൻറ്റ് എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ കീപാഡ് തെളിഞ്ഞു വരുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഗുഡ് എന്ന് എഴുതിയിട്ട് ആ ഗുഡിൻ്റെ നേരെ കാണുന്ന നീല ബട്ടൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പോസ്റ്റ് ആയിക്കോളും. ഇവിടെ കാണാം ഗുഡ് എന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കമൻറ്റ് സാധാരണയായി പോസ്റ്റ് ചെയ്യുക. ഇനി ഇതേപോലെ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ വീഡിയോയുടെ ഏറ്റവും താഴെ ചെല്ലുമ്പോൾ കണ്ടോ ഇവിടെ ഈ ഓപ്ഷനിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ആഡ് എ പബ്ലിക് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ അവിടെ പ്രസ് ചെയ്തതിന് ശേഷം കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ അവിടെ രേഖപ്പെടുത്തി അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് ഒരു വീഡിയോയ്ക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട വീഡിയോ എങ്ങനെ ലൈക്ക് ചെയ്യാം? അതിനായി നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ തൊട്ട് താഴെയായി ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. EP1 ഹൗ ടു മേക്ക് പെർഫെക്റ്റ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായി ഒരു കൈയിൻ്റെ അടയാളം കാണാം. ഒരു കൈവിരൽ മുകളിലേക്കുള്ള രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ 53 അല്ലെങ്കിൽ 53 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ലൈക്ക് ബട്ടൺ. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ 53 എന്നുള്ളത് 54 ആവുകയും ചെയ്തു. ആ ഗ്രേ കളർ മാറി ഒരു ബ്ലൂ കളർ ആവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യേണ്ടത്. കണ്ട വീഡിയോകൾ ഒരു പ്രാവശ്യം കൂടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനായി നമ്മൾ ഇതേപോലെ യൂട്യൂബ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ റൈറ്റ് കോർണറിലായിട്ട് ലൈബ്രറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടിരിക്കുന്ന എല്ലാ വീഡിയോയുടെയും ലിസ്റ്റ് ഇങ്ങനെ കാണാം. ഇത് നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകൾ ഇതേപോലെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട വീഡിയോകൾ ഒന്നുകൂടി കാണണമെന്ന് തോന്നുമ്പോൾ കാണേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും യൂട്യൂബ് സംശയങ്ങളും ഉത്തരങ്ങളും എന്ന ഈ 2 വീഡിയോകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ.